കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം ഇന്ന് പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്കെല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ദേശത്ത് ഒരു കാര്യം യഹോവയായിരിക്കെ ദൈവം ചെയ്യണമെങ്കിൽ തൻ്റെ പ്രവാചകന്മാർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കും. പ്രവാചകന്മാരെ മുന്നമേ അറിയിക്കാതെ ദൈവം ദേശത്ത് ഒരു കാര്യവും ചെയ്യുകയില്ല. ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ ദേശത്ത് ജനത്തിൻ്റെ പാപം പെരുകിക്കഴിഞ്ഞപ്പോൾ ദേശത്ത് വലിയൊരു ജലപ്രളയത്തെ അയക്കുവാൻ ദൈവം നിശ്ചയിച്ച കാര്യം താൻ തിരഞ്ഞെടുത്ത തൻ്റെ ദാസനായിരിക്കുന്ന നോഹയെ ദൈവം അറിയിക്കാതിരുന്നില്ല. സൊദോം ഗൊമോറ എന്ന് പറയുന്ന പട്ടണം പാപത്താൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ച കാര്യം തൻ്റെ ദാസനായിരിക്കുന്ന അബ്രഹാമിനെ ദൈവം അറിയിക്കാതിരുന്നില്ല. ദൈവം അറിയിച്ചു. നിനവേ എന്ന് പറയുന്ന പട്ടണം പാപത്തിൻ്റെ പെരുപ്പം വർദ്ധിച്ചു. ദുഷ്ടന്മാരായി തീർന്ന ജനം ആ ദേശക്കാരല്ലാത്ത മറ്റാരെങ്കിലും നിനവയിൽ വന്നു കഴിഞ്ഞാൽ അവരെ ക്രൂരമായി പീഡിപ്പിക്കും, അവരുടെ കാതുകൾ അറുത്തെടുക്കും. അത്രമാത്രം ദുഷ്ടത പെരുകിയ ആ ദേശത്തിന് ദൈവ ന്യായവിധി കൽപ്പിച്ചപ്പോൾ തൻ്റെ പ്രവാചകനായിരിക്കുന്ന യോനെ ദൈവം അറിയിക്കാതിരുന്നില്ല. ദൈവം ആ ദേശത്തേക്ക് യോന പ്രവാചകനെ അയച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിലും ദൈവം ദേശത്ത് ചെയ്യുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന വെളിപ്പാടുകൾ തൻ്റെ അഭിഷിക്തന്മാരെ ദൈവം അറിയിച്ചു കൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ ദേശത്ത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവം തൻ്റെ പ്രവാചകന്മാർക്ക് ലോകത്ത് സംഭവിപ്പാൻ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന വെളിപ്പാട് ഇന്നും നൽകിക്കൊണ്ടിരിക്കും. കർത്താവിൻ്റെ കരങ്ങളിലേക്കുന്ന പ്രഭാതത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ദേശത്തും നമ്മുടെ ജീവിതത്തിലും ചെയ്യുവാനിരിക്കുന്ന കാര്യങ്ങളുടെ വെളിപ്പാടുകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അത് കേട്ട് അറിഞ്ഞ് അതിൻ പ്രകാരം ക്രമീകരിക്കേണ്ട മേഖലകളെ ക്രമീകരിച്ച് വിശുദ്ധിയോടെ വെടിപ്പോടെ ജീവിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.